നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഒസാമ ബിൻ ലാദൻ ഏത് നാട്ടുകാരനാണ്? സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, സിറിയ. ഒസാമ ബിൻ ലാദൻ സൗദി അറേബ്യക്കാരനാണ്. ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി ഏത്? താറാവ്, പെൻഗ്വിൻ, കടൽക്കാക്ക, അരയന്നം. ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷിയാണ് പെൻഗ്വിനുകൾ. ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏത്? നാരകം, തുളസി, കുറുന്തോട്ടി, അരയാൽ. ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം തുളസിയാണ്. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത്? കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യം ഓക്സൈഡാണ്. ഒരു രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 4 വർഷം, 5 വർഷം, 6 വർഷം, 7 വർഷം. ഒരു രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം വരെയാണ്. ഒരു അന്തർദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ദൈർഘ്യം എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്, 75 മിനിറ്റ്, 90 മിനിറ്റ്, 120 മിനിറ്റ്. അന്തർദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ദൈർഘ്യം 90 മിനിറ്റാണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ഏത്? ഭൂമി, സൂര്യൻ, ബുധൻ, വ്യാഴം. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത് ശുക്രനാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏത്? ഹോൺഷു, ഗ്രേറ്റ് ബ്രിട്ടൻ, ലൂസോൺ, ജാവ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ജാവയാണ്. നീലക്കൊടുവേലിയുടെ കാവൽക്കാരി എന്ന നോവൽ എഴുതിയതാര്? സാറ ജോസഫ്, പി. വത്സല, ബി. സന്ധ്യ, എം. മീര. നീലക്കൊടുവേലിയുടെ കാവൽക്കാരി എന്ന നോവൽ ബി. സന്ധ്യയാണ് എഴുതിയത്. ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വിഭവം എന്ന് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്തിനെയാണ്? അരി, ഗോതമ്പ്, ജലം, ബാർലി. ജലത്തെയാണ്. മഹാഭാരതത്തിൽ എത്ര പർവ്വതങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു? 18, 14, 21, 11. മഹാഭാരതത്തിൽ 18 പർവ്വതങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, കൊച്ചി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ്, ഒറീസ. ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? പമ്പ, ഭാരതപ്പുഴ, കബനി, പെരിയാർ. പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1930, 1931, 1932, 1933. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932ലാണ്. കരുണ ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നു? ഖണ്ഡകാവ്യം, നോവൽ, ആത്മകഥ, നാടകം. കരുണ ഖണ്ഡകാവ്യത്തിൽ ഉൾക്കൊള്ളുന്നു. കളിയച്ഛൻ ആരുടെ കൃതിയാണ്? തകഴി, ഉറൂബ്, വള്ളത്തോൾ, പി. കുഞ്ഞിരാമൻ നായർ. കളിയച്ഛൻ എന്ന കൃതി പി. കുഞ്ഞിരാമൻ നായരുടെയാണ്. ആമസോൺ നദി ഉത്ഭവിക്കുന്ന രാജ്യം ഏത്? പെറു, നേപ്പാൾ, ഗ്രീസ്, അമേരിക്ക.
ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി ഉത്ഭവിക്കുന്നത് പെറുവിൽ നിന്നാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം. പ്രസിദ്ധമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നവജാത ശിശുക്കൾ ആദ്യം തിരിച്ചറിയുന്ന നിറം ഏത്? ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, വെള്ള. നവജാത ശിശുക്കൾ ആദ്യം തിരിച്ചറിയുന്ന നിറം ചുവപ്പ് നിറമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെലിവിഷൻ കേന്ദ്രം എവിടെയാണ് ആരംഭിച്ചത്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, കാൺപൂർ. രണ്ടാമത്തെ ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത് മുംബൈയിലാണ്. G8 ഉച്ചകോടി ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ. G8 ഉച്ചകോടി നടന്നത് റഷ്യയിൽ വെച്ചിട്ടായിരുന്നു. മുംബൈ സ്ഫോടനം ഉണ്ടായത് ഏത് ദിവസം? 2006 ജൂലൈ 11, ജൂലൈ 21, ജൂലൈ 8, ജൂൺ 11. മുംബൈ സ്ഫോടനം ഉണ്ടായത് 2006 ജൂലൈ 11-നാണ്. വിശുദ്ധ ഖുറാനിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? 48, 112, 114, 116. വിശുദ്ധ ഖുറാനിൽ 114 പുസ്തകങ്ങളുണ്ട്. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോൻ, E.K. നായനാർ, K. കരുണാകരൻ, E.M.S. നമ്പൂതിരിപ്പാട്. പതറാതെ മുന്നോട്ട് K. കരുണാകരൻ്റെ ആത്മകഥയാണ്. വിമാനങ്ങൾക്ക് പക്ഷികളുടെ ആകൃതി നൽകാനുള്ള കാരണം എന്ത്? വായുമർദ്ദം കുറയ്ക്കാൻ, വായുമർദ്ദം കൂട്ടാൻ, വായുവിൽ പൊങ്ങി നിൽക്കാൻ, സുരക്ഷാ കാരണങ്ങളാൽ. വായുമർദ്ദം കുറയ്ക്കാൻ. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഏത്? ഡോൾഫിൻ, തിമിംഗലം, സീൽ, കടൽക്കുതിര. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവിയാണ് ഡോൾഫിൻ. ATMകളിൽ ഉപയോഗിക്കാത്ത നോട്ട് ഏത്? 100 രൂപ, 50 രൂപ, 20 രൂപ, 10 രൂപ. ATMകളിൽ ഉപയോഗിക്കാത്ത നോട്ടാണ് 20 രൂപ നോട്ട്. ലോകസഭയ്ക്ക് തത്തുല്യമായ ഇംഗ്ലീഷ് പേരേത്? പാർലമെൻറ്റ്, ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, ഹൗസ് ഓഫ് ദി പീപ്പിൾ. ലോകസഭയ്ക്ക് തത്തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ്. സങ്കര ഇനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കായംകുളം, കാസർഗോഡ്, പട്ടാമ്പി, കോയമ്പത്തൂർ. പട്ടാമ്പിയിലാണ്. തല ത്രികോണാകൃതിയിലുള്ള പാമ്പ് ഏത്? അണലി, മൂർഖൻ, ശംഖുവരയൻ, പെരുമ്പാമ്പ്. തലഭാഗം ത്രികോണാകൃതിയിലുള്ള പാമ്പാണ് അണലി. ഡേവിൾ ഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യം ഏത്? സ്രാവ്, തിമിംഗലം, നീരാളി, കുർബ. ഡേവിൾ ഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യമാണ് നീരാളി. തീ കെടുത്താൻ ഏറ്റവും പറ്റിയ വെള്ളം ഏത്? ഇളം ചൂടുവെള്ളം, തിളയ്ക്കുന്ന വെള്ളം, മഴവെള്ളം, തണുത്ത വെള്ളം. തീ കെടുത്താൻ ഏറ്റവും ഉത്തമമായ വെള്ളം തിളയ്ക്കുന്ന വെള്ളമാണ്. സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ബർണാഡ്, കണാന്തൻ, ശുശ്രുതൻ, ധന്വന്തരൻ. സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കണാന്തനാണ്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ചിനാബ്, സിന്ധു നദീതീരം, രവി, സത്ലജ്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് രവി നദീതീരത്താണ്. ഇന്ത്യയിലെ 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏത്? സാമവേദം, അഥർവവേദം, മഹാഭാരതം, കഠോപനിഷത്ത്. മഹാഭാരതമാണ്.
പ്രത്യേകം തലയില്ലാത്ത ഒരു ജീവി ഏത്? ചിലന്തി, ഒച്ച്, തേള്, പാറ്റ. പ്രത്യേകം തലയില്ലാത്ത ഒരു ജീവിയാണ് ചിലന്തി. വെള്ളമില്ലാതെ ഒട്ടകത്തിന് എത്ര ദിവസം താമസിക്കാനാകും? 10 ദിവസം, 20 ദിവസം, 30 ദിവസം, 60 ദിവസം. വെള്ളമില്ലാതെ ഒട്ടകങ്ങൾക്ക് 30 ദിവസം വരെ ജീവിക്കാനാകും. വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്. വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഹരിയാന. ചൊവ്വയിൽ ജീവൻ കണ്ടെത്താനുള്ള ശ്രമത്തിൽ അമേരിക്ക അയച്ച ബഹിരാകാശ പേടകം ഏത്? മാരിനർ, മാർസ്, വൈക്കിംഗ്, സ്പിരിറ്റ്. വൈക്കിംഗ് ആയിരുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ആനിമേഷൻ ചിത്രം ഏത്? രാമായണം, മഹാഭാരതം, ഹനുമാൻ, ഭാഗവതം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ആനിമേഷൻ ചിത്രമായിരുന്നു ഹനുമാൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ് ആര്? അശോകൻ, കുമാരഗുപ്തൻ, ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവായിരുന്നു സമുദ്രഗുപ്തൻ. സർവ രാജ്യസഖ്യത്തിൽ അംഗമല്ലാതിരുന്ന രാജ്യം ഏത്? ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, ജർമ്മനി. സർവരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക. റസൂൽ പൂക്കുട്ടി ഏതു രംഗത്ത് പ്രശസ്തനാണ്? ശബ്ദമിശ്രണം, സിനിമാ സംവിധാനം, സിനിമാ നിർമ്മാണം, സിനിമാ ഗാനരചയിതാവ്. റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണത്തിൽ പ്രശസ്തനാണ്. ബംഗ്ലാദേശിലെ ദേശീയ കായിക വിനോദം ഏത്? കബഡി, ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്. ബംഗ്ലാദേശിലെ ദേശീയ കായിക വിനോദമാണ് കബഡി. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? സർപ്പഗന്ധി, പനിക്കൂർക്ക, തുളസി, ആര്യവേപ്പ്. സർപ്പഗന്ധിയിൽ നിന്നാണ്. ത്രികടു എന്നറിയപ്പെടുന്ന എരിവുള്ള ഔഷധ സസ്യം ഏത്? മുളക്, ഇഞ്ചി, ഏലം, ഗ്രാമ്പൂ. ത്രികടു എന്നറിയപ്പെടുന്ന എരിവുള്ള ഔഷധ സസ്യമാണ് മുളക്. ദശലക്ഷക്കണക്കിന് മുട്ടയിടുന്ന ഒരു ജീവി ഏത്? നക്ഷത്രമീൻ, പാമ്പ്, പല്ലി, തവള. ദശലക്ഷക്കണക്കിന് മുട്ടയിടുന്ന ഒരു ജീവിയാണ് നക്ഷത്രമീനുകൾ. പുരുഷൻ ലൈംഗികപരമായി കരുത്തനാണ് എന്നതിൻ്റെ പ്രധാന ഒരു ലക്ഷണം. തിക്പായ്ക്ക്, താടി വളർച്ച, നല്ല ഉയരം ഇവയൊന്നുമല്ല. താടി വളർച്ച ഉണ്ടാകും.